ബില്ല് എല്ലാം കൂടെ 4,378,000 ആഫ്റ്റർ ഡിസ്കൗണ്ട്. കുത്തിയതല്ല, ഞാൻ ബില്ലിന്റെ എമൗണ്ട് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സമ്പാദിക്കുന്ന പൈസ എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അതിപ്പോ എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. അച്ഛനില്ല, അച്ഛന് ഇൻഷുറൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് അച്ഛന് ബാക്കി എല്ലാവർക്കും ഞങ്ങൾക്ക് അബിക്കും ഋഷിക്കും വരെ ഇൻഷുറൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കും. വണ്ടി ആക്സിഡന്റ് ആയാലല്ലേ ആ പൈസ നമുക്ക് ബെനിഫിറ്റ് ആവുന്നുള്ളൂ. നമ്മൾ എപ്പോഴും വണ്ടി ആക്സിഡന്റ് ആവുന്നുണ്ടോ? എന്നാലും നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കും. അത് നിർബന്ധമാണ്, ഗവൺമെന്റ് നിർബന്ധമാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് ഇൻഷുറൻസ് എടുക്കും. ഇതും നിർബന്ധമാക്കണം. നമുക്ക് നിർബന്ധമാക്കിയില്ലെങ്കിൽ നമ്മൾ എടുക്കണം. ചിലപ്പോ നമ്മൾ അടയ്ക്കുന്നത് ഒരു ചെറിയ പൈസ ആയിരിക്കും നമ്മള് കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ചിലപ്പോ നമുക്കൊരു 10 വർഷം 10 വർഷം 15 വർഷമായിട്ട് അടച്ചിട്ടും അത് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ബില്ലെന്ന് പറയുന്നത് നമുക്കൊന്നും താങ്ങാൻ പറ്റാത്തതിന്റെ അപ്പുറമാണ്. ഇപ്പൊ ഇതിനകത്ത് 4 ലക്ഷം രൂപ ബില്ലായതിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വന്നത് 35,597 രൂപയാണ്. അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറെ ചില സംഭവങ്ങൾ നമുക്ക് കിട്ടാതെ വരുമല്ലോ. അപ്പൊ 35,000 രൂപയാണ് നമ്മുടെ കയ്യിൽ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോ ആ ഒരു ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങളെ കൊണ്ടാവുന്ന തുക, അതിപ്പോ എത്ര ലക്ഷം രൂപയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അത്ര അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്ന തുകയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ട പ്രീമിയം. അത് എടുക്കുക. അത് ഏത് കമ്പനിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഏത് കമ്പനി ആണെങ്കിലും എടുക്കുക. അത് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മറക്കാണ്ടിരിക്കുക, അല്ലെ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ നമ്മുടെ കാലൊടിഞ്ഞപ്പോഴാണെങ്കിലും അടുപ്പിച്ചായി നമുക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വളരെ ഒരു സമാധാനമുള്ളൊരു കാര്യമാണ്. ഇപ്പോ അത് നിങ്ങളെല്ലാവരും മറക്കാണ്ട് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ അതെപ്പോഴും അത് വലിയൊരു ബാധ്യത. എനിക്ക് ഇപ്പോഴും അറിയാം ഓരോ ആൾക്കാര് അവര് ഉണ്ടാക്കിയ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ പണം മുഴുവൻ അവസാനം ആശുപത്രിയിൽ കൊണ്ട് കൊടുത്ത് എമർജൻസി വരെ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെൽക്കം ബാക്ക്.